വണ്ടി നിർത്ത് വണ്ടി നിർത്ത് വണ്ടി നിർത്ത് വണ്ടി സ്വാമിക്കുന്ന കടവുളെ ഒന്നും ആകെ അല്ല നമ്മ സാറുമാരൊക്കെ അറിഞ്ഞൂടാ. സാർ അയ്യോ ഒന്നും പറ്റിയില്ലല്ലോ സാർ. അയ്യോ സാറുമാരി അപ്പൊ എന്റെ കഞ്ഞി പാറ്റ വീണില്ലല്ലേ? ഫാദർ ഫാദർ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവുക. കുമ്പസാരിക്കാനാണോ? എങ്കിൽ കുമ്പസാര കൂട്ടിലേക്ക് എടുക്കുള്ളൂ. അല്ല, കുമ്പസാരം പോലെ തന്നെയാണ്, പക്ഷെ കൂടിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ പറഞ്ഞോ. ഫാദർ പറഞ്ഞത് സത്യമാണ്. എന്തോന്ന്? അല്ല, ഞാൻ ഈ പെരുവഴിയിൽ വെച്ച് പാവം കന്യാസ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണച്ചോ. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. കർത്താവിനെ സേവിക്കുന്ന ആ സിസ്റ്ററിന്റെ മനസ്സ് നൊന്ത് കാണും. തെറ്റാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാ കർത്താവ് ഒരു അപകടം ഉണ്ടാക്കി ഞങ്ങളെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇറക്കിയത്. ഇതൊരു നിമിത്തമാണച്ചോ. എനിക്ക് എന്റെ തെറ്റ് തിരുത്തണം. സ്വന്തം തെറ്റുകളിൽ പശ്ചാത്തപിക്കുന്നതാണ് കുഞ്ഞെ പാപമുക്തിക്ക് ഏറ്റവും വലിയ മാർഗം. അതെ, അതാണ്. അതുകൊണ്ട് എനിക്ക് ആ സാധു കന്യാസ്ത്രീയോട് മാപ്പി ചോദിക്കണം അച്ചോ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ല, ഉണ്ടച്ചോ. എന്നാലേ എനിക്ക് മനസ്സമാധാനം കിട്ടൂ. മാപ്പ് പറയാൻ എനിക്കൊരു അവസരം ഒരുക്കി തരണം. നോ. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നല്ലേ അച്ചോ. പ്ലീസ് സന്മനസ് കാണിക്കണം. കർത്താവാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. എനിക്ക് മാപ്പ് ചോദിച്ചേ പറ്റൂ. പ്ലീസ്. ശരി, ബോബി ഇവിടെ നിൽക്കൂ. ഞാൻ സിസ്റ്റർ സിൻഡ്രലെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. താങ്ക് യു ഫാദർ. ആ സിസ്റ്ററെ ഞാൻ അന്വേഷിച്ചു വന്നതാ. എന്താ ഫാദർ? സിസ്റ്ററോട് എന്തോ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ ആ പൈലറ്റ് ഇല്ലേ ബോബി, അയാൾക്ക് സിസ്റ്ററെ കാണണമെന്ന്. എന്തിന്? മാപ്പ് പറയാൻ. അതൊന്നും വേണ്ട ഫാദർ. എന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിക്കണ്ടേ? അയാൾക്ക് മാപ്പ് പറഞ്ഞേ മതിയാവും. അയാൾ ആളത്ര ശരിയല്ല. ഹേയ്, വെറുതെ തോന്നുന്നതാ. അയാളൊരു പാവമാണെന്നേ. പിന്നെ നിർബന്ധിക്കുമ്പോ നമ്മൾ എങ്ങനെയാ വേണ്ടാന്ന് പറയുന്നത്? സിസ്റ്റർ ഒന്ന് വാ, അയാൾ ആ ഫാമിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഞാൻ വരാം. അച്ഛൻ ചെല്ലു. ആ അല്ല, അച്ഛമ്മണെങ്കിൽ പൊയ്ക്കോളൂ. തിരക്ക് കാണുമല്ലോ. സിസ്റ്റർ വരുമ്പോ ഞാൻ മാപ്പ് പറഞ്ഞോളാം. ഇല്ല, എനിക്ക് തിരക്കൊന്നുമില്ല. അല്ല, പ്രാർത്ഥനയ്ക്ക് സമയമായില്ലേ? സിസ്റ്ററും പ്രാർത്ഥനയ്ക്ക് കൂടാനുള്ളതാണല്ലോ. ഓ, പ്രശ്നം അതല്ല അച്ചോ. മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ എനിക്ക് മാപ്പ് പറയാൻ ഒരു ചമ്മൽ. സാരമില്ല, ഓരോ മാപ്പ് പറച്ചിലും ഓരോ ചമ്മലാണെന്ന് കരുതിക്കോളൂ. ആ ദാ സിസ്റ്റർ വരുന്നുണ്ടല്ലോ. രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം തറപ്പിച്ചൊന്ന് നോക്കിയാൽ വെടിവെപ്പ് നടക്കുന്ന കാലമായത്. ശരിക്കു പറഞ്ഞാൽ ന്യൂനപക്ഷ ധ്വംസനമാണ് ഞാൻ നടത്തിയത്. എന്നിട്ടും സിസ്റ്റർ എന്നോട് ക്ഷമിച്ചു, പുറത്തു. അതിന് നന്ദിയുണ്ട്. എനിക്ക് മാപ്പ് തരണം. സിസ്റ്റർ ഒന്നും പറഞ്ഞില്ല. അല്ല, സിസ്റ്റർ ഒന്നും പറഞ്ഞില്ല. മാപ്പ് പറയാനല്ലേ വിളിച്ചത്? അത് ഞാൻ കേട്ടല്ല. എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ല. മാത്രവുമല്ല, എനിക്ക് വേറൊരു കാര്യം അറിയാനുണ്ട്. ഈ ലോകത്ത് ഒരാളെ പോലെ മറ്റേഴ് പേരുണ്ടാകുമെന്ന് സാധാരണ പറയാറുണ്ട്. ശരിയായിരിക്കാം. പക്ഷെ ഈ മുഖം അതേ മുഖമാണ്. ഈ വേഷം ഇടേണ്ടി വന്ന സാഹചര്യത്തെ പറ്റി എനിക്കറിയാൻ മേല. മറ്റാരും കാണാതെ സംസാരിക്കാനുള്ളൊരു അവസരം ഒരുക്കി തരണം. എന്തൊക്കെയാ ഫാദർ ഇയാൾ പറയുന്നേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം? പറയൂ. ഇനി ഞാൻ സത്യം പറയാച്ചോ. സിസ്റ്ററിനെ കണ്ടപ്പോ ഇവരെ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടതുപോലെ ഒരു തോന്നൽ. സിസ്റ്ററിന് മേഘ അറിയില്ലേ? മേഘയോ? അതെ, മേഘ മാത്യു. എനിക്കൊരാളെ അറിയില്ല. ഏതോ മേഘാമാത്യുവിനെ പറ്റി ചോദിക്കാനാണോ താൻ ഈ വെപ്രാളമൊക്കെ കാണിച്ചത്? ഈ സിസ്റ്റർ ഉണ്ടല്ലോ, ഞങ്ങളുടെ വലിയ തിരുമേനിയുടെ പെങ്ങളുടെ മകളാ. എത്ര വർഷത്തെ കഷ്ടപ്പാടാണെന്നറിയാമോ ഈ കന്യാസ്ത്രീ പട്ടത്തിന്? അതിനിടെ എവിടെ വെച്ചും നിങ്ങൾ ഈ സിസ്റ്ററിനെ കാണാനിടയില്ല. മനസ്സിലായോ? മനസ്സിലായി.
മഠത്തില് പ്രാർത്ഥനയ്ക്ക് സമയമായി ഫാദർ. സിസ്റ്റർ പൊയ്ക്കോളൂ. പോവാം. പോവാം ഫാദർ. ഒരു ഉപകാരം കൂടി. എന്താ? ഈ ഹെലികോപ്റ്റർ നന്നാക്കി തീരുന്നതുവരെ ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ മാത്രം പറയരുത്. അമ്മച്ചി, അപ്പച്ചൻ ഫാൻ കണ്ട് പേടിച്ചതാ. ഫാനല്ല, ഹെലികോപ്റ്ററിന്റെ പ്രേതം. എന്റെ കർത്താവ്, ഇതിന്റെ അസുഖം ഒന്ന് ഭേദമായത് അപ്പോഴും അമ്മായി പണ്ടാരടങ്ങ ഹെലികോപ്റ്റർ കെട്ടിയൊന്നും ഇവിടെ വന്നിറങ്ങിയത്. ഇക്കണക്കുമായി അമ്മായി ഞാൻ തന്നെ കൊല്ലും. വേണ്ട സിസിലി, അവരെ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവ്, ഇതിനെ കൊണ്ട് കണക്കൊരു ചെയ്യിക്കല്ലേ. ഈ ചായക്കണക്ക് പ്രേതം, ഹെലികോപ്റ്റർ. എന്റെ പൊന്നു മദർ തന്നെ ഇതിന് പ്രതിവിധി ഉണ്ടാക്കണം. എന്താ സിസിലി, എന്താ കാര്യം? നാട്ടില് മാനം മര്യാദക്ക് തുറിച്ചടിച്ചുകൊണ്ട് വരുന്ന മനുഷ്യനാ. അപ്പോഴാ ഹെലികോപ്റ്ററും കൊണ്ട് തുറിച്ചടിക്കാൻ അവന്മാര് വന്നിറങ്ങിയത്. പണി പോയതിന്റെ ആദ്യയിൽ എന്റെ ഇച്ചായന് അസുഖം വന്നത്. ഇവിടെ വന്ന അസുഖം ഒന്ന് ഭേദമായപ്പോ ദാ ഇവിടെ അവന്മാര് ഹെലികോപ്റ്റർ കൊണ്ട് ഇവിടുന്ന് പോകുന്നവരം വരെ അങ്ങനെ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതെ മദർ, അവരിവിടുന്ന് എത്രയും വേഗം പറഞ്ഞു വിടുന്നത് തന്നെയാ നല്ലത്. സിസിലി ഒരു കാര്യം ചെയ്യും, ഫാദറിന്റെ അടുത്ത് ഇവിടം വരെ ഒന്ന് വരാൻ പറയും. ശരി. ഹലോ, ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേ നോക്കി. അറിയില്ലല്ലോ സാർ. ആ ഉണങ്ങിയതങ്ങ് കട്ട് ചെയ്ത് കളയും. അല്ല, മദർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? ആ ഹെലികോപ്റ്ററുകാർ പോയോ? ഇല്ല. സന്ധ്യയായില്ലേ, അവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം. ഹെലികോപ്റ്റർ നന്നാക്കി തീരാതെ അവരിവിടെ നിന്ന് ഹെലികോപ്റ്റർ പണിയെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നാളെ നമ്മുടെ മൗനധ്യാനം മുടക്കും. മാത്രമല്ല, അവർ കുഴപ്പക്കാരാണെന്ന് സിൻഡ്രല്ല പറഞ്ഞു. സിസ്റ്ററിന് അവരോടുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? എന്തോ എനിക്ക് ആ ബോബിയുടെ പെരുമാറ്റം അത്ര പിടിക്കുന്നില്ല. ആർക്കും അവരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ല. എന്തായാലും രാത്രി നമ്മുടെ മഠത്തിന്റെ കോമ്പൗണ്ടിൽ പരിചയമില്ലാത്തവരെ താമസിപ്പിക്കുന്നത് അത്ര ശരിയല്ല. ശരി മദർ, ഞാൻ എന്തെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഒച്ചമ്പളമൊക്കെ നിർത്തിയേ. ഇവിടെ പല രോഗികളും ധ്യാനിക്കാൻ വരുന്നവരും താമസിക്കുന്ന സ്ഥലമാ. ഇവിടെ നിങ്ങളുടെ ഒച്ചമ്പളമൊന്നും ശരിയാവില്ല. അങ്ങനെ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ ഒരു പെട്രോമാക്സ് കിട്ടിയ ഒറ്റ രാത്രി കൊണ്ട് ഞങ്ങൾ പണി കഴിഞ്ഞ് പോയിക്കോളാം. അതൊട്ടും ശരിയാവില്ല. അന്യപുരുഷന്മാരെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല. കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമാ. അപ്പോഴീ ധ്യാനിക്കാൻ വന്നവരിലും രോഗികളിലും പുരുഷന്മാരില്ലേ അച്ഛോ? അപരിചിതരെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞേ. നിങ്ങൾക്ക് താമസിക്കാൻ ഞാൻ വേറൊരു സ്ഥലം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേറൊരു സ്ഥലമോ? അതെ, 1.5 കോടി രൂപ വില വരുന്ന ഈ ഹെലികോപ്റ്റർ ഇതങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ഇവിടെ ഇട്ടേച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതിനും വഴിയുണ്ട്. ഞാനൊരു ട്രാക്ടർ അറേഞ്ച് ചെയ്ത് തരാം. അത് കയറ്റി നിങ്ങളുടെ താമസത്തേക്ക് വെക്കോ. അവിടെ പോയി തട്ടോ മുട്ടോ എന്ത് വേണോ ചെയ്തോ. എവിടെയായി സ്ഥലം? വളരെ അടുത്താ, ദേ ആ പാലത്തിനക്കരെ. എങ്കിലും അതാ അച്ഛോ നല്ലത്. അപ്പാച്ചി, ഒരു സൈഡിൽ നിന്ന് പൊളിച്ചടക്ക്. ഓക്കേ, താനിവർക്ക് ആ സ്ഥലം കാണിച്ചു കൊടുക്കും. നല്ല ഉഗ്രം ബംഗ്ലാവ്. ഇവിടെ ആള് താമസമുണ്ടോ? തൽക്കാലം ആരുമില്ല. 2 കൊല്ലം മുമ്പ് തഹസീൽദാരും കുടുംബം ഇവിടെ താമസിച്ചിരുന്നേ. അവര് പേടിച്ച് വീട് മാറിപ്പോയി. പേടിച്ചോ? പേടിച്ചെന്ന് പറഞ്ഞാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. തഹസീൽദാരുടെ ഭാര്യ എന്തോ കണ്ടെന്നോ പേടിച്ചെന്നോ, അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് പ്രേതബാധ ഒന്നുമില്ല കേട്ടോ. അത് ശരി. അപ്പൊ ഞങ്ങളെ ഇവിടെ ബലി കൊടുക്കാൻ കൊണ്ടുവന്നാണല്ലേ? ചേ, ഇതൊക്കെ വെറും അന്ധവിശ്വാസമാ. ഇനി അഥവാ പ്രേതം വന്നാലും ഒരു കുരിശെടുത്ത് ചുമ്മാ കാണിച്ചാ മതി. അതിപ്പോ ക്രിസ്ത്യൻ പ്രേതമാണെങ്കിലേ കുരിശിയാക്കത്തുള്ളൂ. ഹിന്ദു മുസ്ലിം പ്രേതമാണെങ്കിലോ? പേടിക്കണ്ട. ഇവിടെ ഉണ്ടെന്ന് പറയുന്ന പ്രേതമേ ക്രിസ്ത്യനാ, സായിപ്പാ, ആൻഡേഴ്സൺ സായിപ്പ്. നാട്ടുകാർ തല്ലിക്കൊന്ന അങ്ങനെ. അതെന്തിന്?
അങ്ങനെയുടെ കൊള്ളരുതായ്മ സഹിക്കാൻ മേലാഞ്ഞിട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ടൗണിൽ ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിച്ചിട്ട് രാവിലെ ഇനി വരാം. കൊല്ലാൻ ആഗ്രഹം ഉണ്ടെങ്കിലേ പ്രേതം തന്നെ അന്വേഷിച്ച് ടൗണിലും വരും. സാറേ, അപ്പോ ഞാൻ വരട്ടെ? ഓരോ വയ്യാവേലികള്. ആ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് എന്താമോ? താനെന്തിനാ എന്നെ തോണ്ടി വിളിച്ചത്? ഇവിടുത്തെ അടുക്കള എവിടാന്ന് അറിയാനാ. ഇവിടുത്തെ അടുക്കള എവിടെയാന്ന് പറയാം. ഞാൻ പണ്ട് ഇവിടുത്തെ അടുക്കളക്കാരായിരുന്നു. ബ്ലഡി ഫുഡ്. ഒച്ച വെക്കു വെച്ചോ? എന്ത് അവിടെ ധ്യാനം നടക്കാണ്. ഒച്ച വെക്കരുത്. ഒച്ച വെക്കു വെച്ചോ? എല്ലാരും കേക്കട്ടെ. അച്ഛൻ എന്താ പറഞ്ഞേ? സിൻഡ്രല്ല സിസ്റ്റർ വലിയ തിരുമേനിയുടെ പെങ്ങളുടെ മോളാ. കുറെ വർഷം കഷ്ടപ്പെട്ടാ കിട്ടുന്ന കന്യാസ്ത്രീ പട്ടം. അതിനിപ്പോ എന്തുണ്ടായി? എന്തുണ്ടായിന്ന്? സിസ്റ്റർ ഇവിടെ ഉണ്ടോന്ന് അച്ഛനൊന്ന് നോക്ക്. ഒന്ന് നോക്കച്ചോ. കാര്യം എന്താണെന്ന് വെച്ചാ പറയടോ. കാര്യമൊക്കെ പറയാച്ചോ. കാര്യം എന്താണെന്ന് വെച്ചാ പറയാൻ. അച്ചോ, കന്യാസ്ത്രീകൾ ജീൻസ് ഇടുവോ? അനാവശ്യം പറയരുത്. പറയല്ലച്ചോ, ഞാൻ കണ്ടു. ദേ ആ കാട്ടില് സിൻഡ്രല്ല സിസ്റ്റർ ജീൻസ് ഇട്ടോണ്ട്. നിർത്തണോ? അവരണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിന്റെ വില എന്താണെന്ന് തനിക്കറിയാമോടോ? അച്ഛൻ എന്റെ കൂടെ ഒന്ന് വന്നേ, ഞാൻ കാണിച്ചു തരാച്ചോ. എന്താ, ഇനി വേറെ ആരെങ്കിലും ജീൻസ് ഇട്ടായി തോന്നുന്നുണ്ടോ? ഇല്ല, ഒക്കെ എന്റെ മനസ്സിന്റെ തോന്നലായിരുന്നു അച്ചോ. എടോ, ജീൻസും ടോപ്പും വേണ്ടാന്ന് വെച്ച് കർത്താവിന്റെ മണവാട്ടിയായി ലോകത്തിന്റെ വേദന ഏറ്റുവാങ്ങാൻ ഒരു പെണ്ണിന് അപാരമായ യോഗ്യത വേണം. അതെന്താണെന്ന് അറിയോ തനിക്ക്? ത്യാഗം. വീടും കൂടും ഉപേക്ഷിച്ച് ലോകസേവ ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന പുണ്യാത്മാക്കളാണവർ. അറിയോ തനിക്ക്? അറിയാച്ചോ, പക്ഷേ ആത്മാവിനെ തിരിച്ചറിയും. പാദതരങ്ങി ആലുവ പുഴ പിന്നൊഴുകി ആയിരം പാദതരങ്ങിലുങ്ങി. സുമുഖോ, പേടിപ്പിക്കല്ലേ സുമുഖോ. പാക്കരാ, എന്തുവാണ് അവിടെ? പഴയതുപോലെ നിക്കല്ലാങ്ങനെ തീ പിടിപ്പിച്ചോ? വേഗം ചായ കൊണ്ടുവാ.
എപ്പോഴെങ്കിലും കൊണ്ടുവന്നാ പോരാ, ഇപ്പൊ വേണം. അങ്ങോട്ട് മാറ്റി വൈ. സായിപ്പല്ലേ? പ്രേമോ? കൃഷിയാക്കോ? രാത്രി 11 മണിക്ക് അവസാന ഡോസും മരുന്നും കഴിച്ചോണ്ട് ഇതിനോടൊപ്പം ഉറങ്ങാൻ കയറുന്ന മനുഷ്യനാണോ? നീ ആരാണെന്നാണ് അച്ഛൻ ചോദിച്ചത്? ഇടവഴിയിലിട്ടു ചാക്കോ. അതല്ല, ചാക്കോയുടെ ശരീരത്തിൽ കൂടിയിട്ടുള്ള ദുഷ്ടാത്മാവിനോടാണ് അച്ഛന്റെ ചോദ്യം. എന്നാൽ മറുപടിയും അവൻ തന്നെ പറഞ്ഞോളും. നിനക്കെന്താണ് ആവശ്യം? ഇന്നോമിനെ യേശു ക്രിസ്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അച്ഛൻ നിന്നോട് കൽപ്പിക്കുന്നു, നീ ഈ മനുഷ്യനെ വിട്ടുപോവുക. ഓ സംതീസീമ, ഓ പീസീമ, ദൂർ ചീസ് വർഗോ മറിയാ. അച്ഛൻ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് കരുതിയല്ലേ? അതെ ചാക്കോ, അച്ഛനത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. മകനെ എങ്ങനെ ഹെലികോപ്റ്ററിനെ പറഞ്ഞു വിടച്ചോ?